വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള, എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മകലയാണ് സൂഫി ഗീതം. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ഇച്ചമസ്താന് തനതായ ഇസ്ലാമിക ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. കാഫ്നോന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. കാഫ്നോന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. ഇച്ചമസ്താന് മത്തുപിടിച്ചതാണ്. മത്തുപിടിപ്പിച്ചതോ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. സൃഷ്ടി വൈശിഷ്ട്യങ്ങളുടെയൊക്കെ ഏകനായ ഒടിയോണിൽ ലയിച്ച് ഹൃദയചുംബനങ്ങൾ ആസ്വദിക്കാൻ ഏക തുണ ഹബീബ് തങ്ങൾ മാത്രമാണ്. ഈ നശ്വരമായ ഈ സഞ്ചാര ജീവിത യാത്രയിൽ നമുക്ക് അർത്ഥവും ആത്മാവും നൽകുവാൻ മുത്ത് തങ്ങളോളം യോജ്യമായവർ ആരും തന്നെയില്ല. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലടൂക്കുവാൻ ആദരക്കണി സയ്യിദി ഹദ്റത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലടൂക്കുവാൻ ആദരക്കണി സയ്യിദി ഹദ്റത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിൻ്റെ അരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, അത് ആത്മാവിൻ്റെ പരിശുദ്ധി പരിതസ്ഥിതി കൂടിയാണ്. തടിക്കും കൽബിനും ആരോഗ്യം പ്രദാനം ചെയ്യുവാൻ മുത്ത് തങ്ങളുടെ ഹദ്റത്തിനോളം വരുന്ന മറ്റൊരു ഇരുന്നില്ല. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ വിരുന്ന് സൽക്കാരത്തിൽ മുൻപന്തിയിൽ തന്നെ സ്ഥാനമുറപ്പിക്കാൻ തുണ നൽകണേ, അല്ലെങ്കിൽ തൗഫീഖ് നൽകണേ എന്നാണ് മസ്താൻ പറയുന്നത്. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മോറാത് വീട്ടിയെടുക്കണേ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മോറാത് വീട്ടിയെടുക്കണേ. കാഫ്നോന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. ഹൃദയം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഇച്ചകൾക്ക് പിന്നാലെ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ഓരോരോ ആശാമരീചികകൾ കൺമുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ബലി കൊടുക്കാതിരിക്കാൻ കഴിയണം. അവിടെയും നമുക്ക് അഗൈതവമായ പ്രതീക്ഷ തയ്യാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്. തങ്കച്ചി പെണ്ണ് മനുഷ്യൻ്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണ് എന്നതുകൊണ്ട് മസ്താൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മർത്യ മനസ്സുകളെയാണ്. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. സുന്ദരമതം ഇസ്ലാമിനെയാണ് ഇച്ചമസ്താന് താമരത്തോട്ടം എന്നുകൊണ്ട് മസ്താൻ ഉദ്ദേശിച്ചത്. തയ്യാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തങ്കച്ചി പെണ്ണാകുന്ന ഹൃദയവും ഭൗതിക ലോകത്തിൻ്റെ വഴിക്കാഴ്ചകളിലൊന്നും അപരമിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മാത്രം താണ് കേണ് അവിടേക്ക് അലിഞ്ഞു ചേരാണ് തങ്ങൾ പറയുന്നത്.
മുല്ല മലർ മണം വീശുന്ന ആശിഖിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ല മലർ മണം വീശുന്ന ആശിഖിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യ താലിയും മാലയും കണ്ടിട്ട്, മാണിക്യ താലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല, മാരാനി മങ്കയെ കൊന്നിടല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒട്ടും ചെയ്യരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഓരോ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുടനീളം കൊണ്ടുവരാനാണ് മസ്താൻ ഉദ്ദേശിക്കുന്നത്. പുന്നാരക്കുട്ടിൻ്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കാട്ടല്ലേ പുതുമക്കാരാ. പുന്നാരക്കുട്ടിൻ്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കാട്ടല്ലേ പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന, പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട, കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്. അസ്സലാമു അലൈക്കും.